ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് EPS. EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏർണിംഗ് പെർ ഷെയർ ആണ് അല്ലേ. അതായത് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൽ നമ്മുടെ എൻറ്റിറ്റിക്ക് പ്രോഫിറ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ലോസ് ഉണ്ടാവാം അല്ലേ. ഒരു റിപ്പോർട്ടിംഗ് പീരീഡിൽ നമ്മുടെ എൻറ്റിറ്റിക്ക് എന്തുണ്ടാവാം? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവാം. അപ്പോൾ പ്രോഫിറ്റോ ലോസോ ഉണ്ടാകുമ്പോൾ ഓരോ ഓർഡിനറി ഷെയർസിനും ഉണ്ടാകുന്ന ഇൻട്രസ്റ്റിനെയാണ് ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എൻറ്റിറ്റിക്ക് ഓരോ റിപ്പോർട്ടിംഗ് പീരീഡിലും ഉണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുമ്പോൾ ഓരോ ഷെയറിനും വരുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് ഡൈലൂട്ടഡ് EPS. ഡൈലൂട്ടഡ് EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് കമ്പനിയുടെ ഏർണിങ്സ് പെർ ഷെയർ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. എങ്ങനെയാണെങ്കിൽ എല്ലാ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസും കൺവേർട്ടഡ് ആണെങ്കിൽ, അപ്പോൾ എല്ലാ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസും കൺവേർട്ടഡ് ആണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഡൈലൂട്ടഡ് EPS എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ആർ സ്റ്റാൻഡേർഡ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ആ അസറ്റുകളെ, സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത് അസറ്റുകളെ നമ്മൾ NPA നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ഒരു 12 മന്ത്സിന് മുന്നേ, 12 മന്ത്സ് എക്സീഡ് ചെയ്യുന്നതിന് മുന്നേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു 12 മന്ത്സ് എക്സീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ അസറ്റുകളെ നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ഒരു ക്ലാസിഫിക്കേഷനാണ്. ലോൺ അല്ലെങ്കിൽ അഡ്വാൻസസ്, അതായത് ഓൾറെഡി ഡിഫോൾട്ടിലായിരിക്കുകയോ അല്ലെങ്കിൽ അരിയേഴ്സിലായിരിക്കുകയോ ചെയ്യുന്ന ലോൺസ് അല്ലെങ്കിൽ അഡ്വാൻസസിനെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി എന്തായിട്ടിരിക്കുകയാണ്? അരിയേഴ്സിൽ അല്ലെങ്കിൽ ഡിഫോൾട്ടിൽ ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടിരിക്കുന്ന ഇതിനെ, അസറ്റുകളെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 12 മന്ത്സ് ആവുന്നതിന് മുന്നേ ഏതെങ്കിലും അസറ്റ്സിനെ നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് വിളിക്കുക കേട്ടോ. അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ പാരൻറ്റ് കമ്പനി. പാരൻറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ്സിഡറീസ് ഉണ്ടെങ്കിൽ ആ കമ്പനീനെയാണ് പാരൻറ്റ് കമ്പനി എന്ന് വിളിക്കുക. ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എൻറ്റിറ്റീസിനെ ഈ ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവും? കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഇതിനെ ഹോൾഡിംഗ് കമ്പനി എന്ന് കൂടി പറയും കേട്ടോ. പാരൻറ്റ് കമ്പനി അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്താ? ഇതിന് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ്സിഡറീസ് ഉണ്ടായിരിക്കും. ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എൻറ്റിറ്റീസിനെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് കൂടി പറയും കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമുക്കൊരു ഡെപ്റ്റ് അല്ലെങ്കിൽ ബോണ്ടൊക്കെ പേ ഓഫ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണി എന്ത് ചെയ്യാണ്? സേവ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു ഫണ്ടിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡെപ്റ്റ് അല്ലെങ്കിൽ ഒരു ബോണ്ട് എന്ത് ചെയ്യണം? പേ ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് മണി സേവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഈസ് DRR. DRR എന്ന് പറഞ്ഞാൽ എന്താ? ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനായിട്ട് പറ്റുന്നില്ല, റീപേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെ പറ്റുന്നില്ല? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് നെസസറി ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റുന്നില്ല? കമ്പനിക്ക് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ടൈമിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ഈ പറയുന്ന ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. എന്തിനു വേണ്ടിയിട്ട്? ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല? ഡിബഞ്ചേഴ്സ് റിഡംഷൻ ചെയ്യാനായിട്ട് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് നെസസറി ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ആ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്
വാട്ട് ഇസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്? അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് DRR പറഞ്ഞു. അടുത്തത് CRR, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഈ ഒരു റിസർവ് ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്? കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റിസർവാണ് എന്തെന്ന് പറയുന്നത്, ടൈപ്പ് ഓഫ് റിസർവാണ് CRR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റിസർവ് ഡീൽ ചെയ്യുന്നത് ഷെയർസ് വിച്ച് ആർ റെഡീമബിൾ ആയിട്ടുള്ള ഷെയർസ് ഡീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർവ്. ക്യാപിറ്റൽ നമ്മുടെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റിസർവാണ് ഈ CRR, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെബി ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യാണ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ എന്ത് സെല്ല് ചെയ്യാണ്? സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യാണ് അറ്റ് ആൻ അക്സെപ്റ്റബിൾ പ്രൈസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻ്റർമീഡിയറീസ്. അപ്പോൾ ഇടനിലക്കാരുടെ സഹായത്തോട് കൂടിയിട്ട് ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രൈസിൽ സെല്ല് ചെയ്യണേനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് നമ്മൾ ആർക്ക് വിൽക്കുകയാണ്? ഇൻവെസ്റ്റേഴ്സിന് ഒരു ആക്സെപ്റ്റബിൾ പ്രൈസിൽ കൊടുക്കുന്ന ആ ഇൻ്റർമീഡിയറീസിനെ യൂസ് ചെയ്തിട്ട് കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. സെബിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ആ ക്യാപിറ്റൽ മാർക്കറ്റ് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ക്യാഷ് റിസർവ് റേഷ്യോ? അതും CRR തന്നെയാണ് കേട്ടോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് ബാങ്ക്സ് എന്ത് ചെയ്യണം? നമ്മുടെ RBI ആയിട്ട് ഒരു ക്യാഷ് റിസർവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് എന്തിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ്? അതായത് നമ്മുടെ ബാങ്കിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ഡിമാൻഡും ടൈം ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. ആ ടോട്ടൽ ഡിമാൻഡും ടൈം ലയബിലിറ്റീസിൻ്റെയും ഒരു 3% എങ്കിലും ക്യാഷ് റിസർവ് നമ്മുടെ ബാങ്ക്സ് ആരായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയണേ? RBI ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു റേഷ്യോനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് വാട്ട് ഇസ് ഇൻട്രീം റിപ്പോർട്ടിംഗ്. ഇൻട്രീം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ്. അതിലെന്താണ് കണ്ടെയ്ൻ ചെയ്യണേ? കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ആൻ ഇൻട്രീം പീരീഡ്. ഒരു ഇൻട്രീം പീരീഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കണ്ടെയ്ൻ ചെയ്യുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് ഇൻട്രീം ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻട്രീം റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇൻട്രീം പീരീഡ് പറഞ്ഞു അല്ലേ? ഇൻട്രീം പീരീഡ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡാണ്. അത് ഫുൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അത്രയ്ക്ക് ഉണ്ടായിരിക്കില്ല, അതിനേക്കാളും ഷോർട്ടർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫുൾ ഫിനാൻഷ്യൽ ഇയറിനേക്കാളും ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പീരീഡിനെയാണ് ഇൻട്രീം പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ട്രാൻസാക്ഷൻസിലേക്ക് പുതിയ അക്കൗണ്ടിങ് പോളിസീസ് അപ്ലൈ ചെയ്യണേനെയാണ് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസിലേക്ക് പുതിയ അക്കൗണ്ടിങ് പോളിസീസ് അപ്ലൈ ചെയ്യണേനെയാണ് റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിക്കുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അത് കഴിഞ്ഞിട്ടുണ്ട്, ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 5 മാർക്കാണുള്ളത്. അതിൽ പ്രോബ്ലംസും തിയറിയാണ് വരുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെയാണ്. വീഡിയോ യൂസ്ഫുൾ ആണ്. ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.